മണലൂർ പഞ്ചായത്തിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, റോഡുകൾക്ക് ഫണ്ട് അനുവദിക്കുക, ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ റോഡുകളുടെ പണികൾ ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു. പഞ്ചായത്തിലെ ഭൂരിപക്ഷം റോഡുകളും മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചിരിക്കുകയാണ്. പൈപ്പിടുന്നതിനു വേണ്ടി പൊളിച്ച റോഡുകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റീസ്റ്റോർ ചെയ്യേണ്ടതാണ്. അതിനുള്ള യാതൊരു ഇടപെടലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച റോഡുകളുടെ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. പല കമ്മിറ്റികളിലും മെമ്പർമാർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരായ ഷാനി അനിൽകുമാർ, ധർമ്മൻ പറത്താട്ടിൽ, ഷേളി, ബിന്ദു സതീഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണ് പഞ്ചായത്തിലെ റോഡുകളെല്ലാം ഈ രൂപത്തിലേക്ക് വരുത്തി തീർത്തതെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ പറയുന്നത്. ഇവിടെ 8 മാസക്കാലമായി റോഡുകളെല്ലാം പൊളിച്ചിട്ടുണ്ട്. അന്ന് റോഡുകൾ പൊളിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ ഒറ്റക്കെട്ടായി കൊണ്ട് ആ ഭരണസമിതിക്കകത്ത് പറഞ്ഞു, റോഡുകൾ പൊളിച്ചാൽ തൊട്ടടുത്ത ദിവസം തന്നെ അത് നന്നാക്കി തരുന്നതിന് വേണ്ടി, സഞ്ചാരയോഗ്യമാക്കി തരുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന്. അത് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരുൾപ്പെടെയുള്ള വാർഡുകളിലെ റോഡുകളെല്ലാം പൊളിച്ചു തീർത്തത്. എന്നാൽ 8 മാസക്കാലമായി പല ഭരണസമിതിക്കകത്തും ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അത് തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മാറുകയല്ലാതെ ഇതുവരെ ഒരു റോഡും റീസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായി.